ടു ഷെഫോസ് അരോമ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ കടായി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുറേ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത് പോയിട്ടുള്ള ചിക്കൻ എടുക്കരുത്, ചെറിയ ചിക്കൻ തന്നെ എടുക്കുക. നമ്മൾ ചിക്കൻ്റെ എന്ത് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും ചെറിയ ചിക്കൻ എടുക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിപ്പിച്ച് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു കടായി വെച്ച് ഇതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി, കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് ഹാർഡായി പോവും, ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമ്മൾ ബട്ടർ ചിക്കനിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 7 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തക്കാളി എടുക്കുമ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ 5 തക്കാളി എടുക്കുക. നല്ല കളറുള്ള തക്കാളി എടുക്കുകയാണെങ്കിൽ ഈ കടായി ചിക്കന് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതൊരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് സ്കിന്നൊന്ന് എടുത്ത് മാറ്റാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് കൊടുക്കുക. ഇങ്ങനെ ഇതേപോലെ. ഞാനിതിപ്പോൾ മുഴുവനായിട്ടും ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഡീപ് ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്നും പകുതി നമുക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഓയിൽ പകുതി മാറ്റിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ഓയിലി ആയിട്ടുള്ള കടായി ചിക്കനാണ്, അപ്പോൾ ഇതിന് കുറച്ച് ഓയിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പകുതി ഓയിലാണ് മാറ്റിയിട്ടുള്ളൂ. ഇനി അതിനുശേഷം ഈ തക്കാളി ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആകെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതൊരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ച് ഇതേപോലെ വെക്കുക. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. നല്ല തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ തക്കാളി കുറച്ച് ഹാർഡാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 7 പച്ചമുളക് മുഴുവനായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കൂടുതൽ പൊടികളും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, ഇത്രയേ ഇടുള്ളൂ. ചെറിയൊരു ഫ്ലേവർ മാത്രമേ ഇതിന് കൊടുക്കുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 5 വലിയ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ്. ഇതും കൂടി ലാസ്റ്റ് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനിൽ കുറച്ച് ഗ്രേവിയും മസാലയൊക്കെ പുരണ്ടിരിക്കുന്നത് പോലെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെയുള്ള കടായിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തക്കാളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി പെട്ടെന്ന് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ല ഉണ്ടാക്കാൻ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കടായി ചിക്കനാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബായ്.